വരുവാവോ മണവാളൻ? ഓ വരുന്നടി, വെള്ളം വെക്കല്ലേ. ഇങ്ങ് വാഗ്ലിട്ട് എത്ര നേരം ഇത് എഴുതി. ദൈവം തമ്പുരാനെ, തല്ലിക്കൊല്ലണല്ലോ നിങ്ങളെ. എന്തിന്? മാർക്കറ്റിൽ പോകാൻ വേണ്ടിട്ടാണ് ക്ലീറ്റോ ഈ അലക്കി തേച്ച മുണ്ട് ഷർട്ട് എടുത്ത് കൊടുത്തേക്കണേ. ഊരിയിട്ട് ക്ലീറ്റോ. എടി പോത്തേ, ഈ വെള്ളം കാണുമ്പോ ഉണ്ടല്ലോ 200 രൂപ പറയണ നെയ്മീന് ഒറ്റയടിക്ക് പകുതി വിലക്ക് തരും. 100 രൂപയ്ക്ക് തരും അവന്മാര്. അത്ര ബഹുമാനാ നമ്മളെയൊക്കെ. പിന്നെ എന്നിട്ട് എല്ലാ ദിവസവും ലാഭത്തിനും കൂടി സാധനങ്ങൾ ഇറക്കുകയാണല്ലോ. 5 രൂപയുടെ സാധനം ലാഭത്തിന് മേടിച്ചോണ്ട് വരാൻ പറ്റിയിട്ടുണ്ട്. 5 രൂപയുടെ. നിങ്ങൾ ഈ വെള്ളം ഉടുപ്പ് കാണുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും പൊട്ടനാന്ന്. വേണ്ട, എന്റെ ഈ യൂണിഫോമിനെ നീ കൂടുതൽ അവഗണിക്കണ്ട കേട്ടാ. ആ അയ്യോടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പാർട്ടി പറയാതെ അത് ഊരിയിട്ടിട്ട് വേറെ വല്ല മുണ്ട് ഷർട്ട് എടുത്തിട്ട് പോകാം. എടി, ഞാൻ എന്തിട്ടോണ്ട് പോകണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. എനിക്ക് പാർട്ടി ഓഫീസിലേക്ക് കയറണം, ആവശ്യമുണ്ട്. അപ്പൊ ഇന്നത് ഇവിടെ എത്തിക്കോ സാധനങ്ങള്? പാർട്ടി ഓഫീസ് കഴിഞ്ഞ് ഇനി ആ വഴി അങ്ങനെ പറക്കും വേറെ സ്ഥലത്തോട്ട്. ഞാൻ പാർട്ടി ഓഫീസിൽ കയറിയിട്ടേ സാധനം മേടിച്ചോണ്ട് വരത്തുള്ളൂ. നീ തുണ്ടൊക്കെ എഴുതി വെച്ചോ? അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെല്ലണ വഴിക്ക് പറയും തുണ്ട് പോയി, പൈസ പോയി, കട അടച്ചിട്ട് 100 കാര്യങ്ങൾ പറയും. നാളത്തേക്ക് ഒരു സാധനം ഇല്ല ക്ലീറ്റ്, അത് ഓർത്തോളണം. ഇങ്ങനെ നോക്കാനല്ല, നിങ്ങളെ കൊണ്ട് എന്തിനു നിനക്ക് ഞാൻ എന്റെ പാർട്ടിക്കാരെങ്ങാനും ഇത് കേക്കണം. അയ്യോ, എന്നെ തല്ലി കൊല്ലും. നിങ്ങളെ വെറുതെ നിൽക്കുമ്പോ ആ കനകന്റെ കാല് കഴുകി കുറച്ച് വെള്ളം കുടിക്കുക. അങ്ങനെയെങ്കിലും നിങ്ങൾ നന്നാവും. ഓ, ഇത്തിരി വെള്ളം തരുമോ? വേണമെങ്കിൽ എടുത്ത് കുടിക്കും. കുടിക്കാനല്ല, നിന്റെ ആങ്ങളയുടെ കാല് കഴുകി കുടിക്കാൻ. ഓ, ഒരു ആങ്ങളെ സ്നേഹി. അവൻ ആരാടേ? പുണ്യാത്മാവാ. അവന്റെ കാല് കഴുകി കുടിക്കാൻ. പുണ്യാത്മാവ് തന്നെയാ. ആൾക്കാർ അവനെ കുറിച്ച് പറയണതൊക്കെ ഞങ്ങൾ കേൾക്കണുണ്ട്. ഇലക്ട്രിസിറ്റി ഓഫീസിൽ അവന്റെ അഴിമതിയും. അഴിമതി എന്നുള്ളതല്ലേ, അത് അവനെ കുടുംബം നോക്കാൻ വേണ്ടിട്ട്, അല്ലാതെ കരക്കാർക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി. വേണ്ടി. കള്ളന്റെ കാല് കഴുകി കുടിക്കണമെന്നാണ് നീ പറയണേ. നിങ്ങൾ പിന്നെ എന്താ ചെയ്യണേ? വീട്ടിലിരിക്കുന്ന പൈസ എടുത്ത് നാട്ടുകാർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. വീട്ടിൽ നാട്ടുകാർക്ക് കൊടുക്കണേ. അത് അങ്ങനെ ഉപകാരപ്പെടണുണ്ട്. ഏതെങ്കിലും പാവങ്ങൾക്കാ കൊടുക്കണേ. ഓ, അല്ലാതെ ഭാര്യയുടെ മക്കളുടെയും കാര്യം നോക്കണ്ട. ഞാൻ പിന്നെ താഴത്തെ വീട്ടിലെ മറ്റവന്റെ ഭാര്യയുടെ മക്കളെ കാര്യമല്ലേ നോക്കണത് ഇവിടെ. എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ തറുതല പറഞ്ഞാൽ മതി. അവൻ ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞെന്താന്ന്? ഓ, അവൻ എന്ത് ആരെങ്കിലും വല്ല ഭയങ്കര സേവനം വല്ലതും ചെയ്തു ആർക്കെങ്കിലും? അവനൊക്കെ വലിയ ഫോൺ മേടിച്ചു കൊടുത്തു ജമന്തിക്ക്. ഓ, എനിക്കുണ്ടറിയണം. ഞെങ്ങനില്ല, ഒച്ചയും കേൾക്കൂല, വർത്താനം പറയാൻ പറ്റില്ല. ഫോണാണോ? ഫോണാണ്. നന്നായി. നല്ല ഭർത്താവ്. കുടുംബത്തിന്റെ അടിത്തറ തോണ്ടാനായിട്ട് അവൻ തന്നെ ആണി അടിച്ചു വെച്ചു. നന്നായിരിക്കും ഇനിയിപ്പോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം അവൻ ചെയ്യണത് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇത് നല്ല കാര്യമാണ്. ഞാൻ എന്റെ തുറന്ന മനസ്സോടുകൂടി പറഞ്ഞത്. അവൻ ഭയങ്കര ഒരു നല്ല കാര്യമാണ് ചെയ്തത്. അതെ, നല്ല കാര്യമാണ്. അവള് പറഞ്ഞപ്പോ തന്നെ സ്നേഹത്തോടു കൂടി തന്നെ ഫോണും മേടിച്ചു കൊടുത്തു. വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം ഉണ്ടാക്കി കൊടുത്തു. നിന്റെ ആങ്ങളാണോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആള്? ഞാൻ വിചാരിച്ചു ഏതോ സായിപ്പായിരിക്കും. അവള് അതിനകത്ത് ചേർത്തു ഉണ്ടാക്കണെന്തിനാ? ചേർത്താ നിന്നൊരു പള്ളിക്കൂടോ ചേർക്കാനായിട്ട്? ഒരു കാര്യം ചെയ്യും, നാളെ നിനക്കും കൂടെ അഡ്മിഷൻ തരാൻ പറയടി. നല്ല കുശുമ്പുണ്ട് അല്ലേ അവനോട്? കുശുമ്പും കുന്നായ്മ ഉള്ള ഒരാൾക്ക് എങ്ങനെ വർത്താനം പറയാൻ പറ്റുള്ളൂ? എടി, കുശുമ്പെന്ന് പറയുന്നത് എന്റെ കൂടെ പറപ്പ്. കുന്നായ്മന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊക്കെയാണല്ലോ. ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നിന്നെയൊക്കെ പോളതിന്റെ ഇടയിൽ ജീവിക്കാൻ പറ്റൂ. ഓ, അവള് വലിയ നൂലെഴുതിയിട്ടില്ല, 2 നൂലും മേടിക്കണം. ചുമപ്പ് സൗകര്യമില്ല. അഹങ്കാരി. ചുവപ്പൊന്നുമല്ലേ? കറുപ്പായ കുഴപ്പമുണ്ട്. എന്നാ പിന്നെ ചുവപ്പ് വാങ്ങിച്ചല്ലേ പറ്റൂ. തന്നോണ്ടല്ലോ അവളുടെ. ഓ, പാർട്ടി ഓഫീസിൽ ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ് നമുക്ക് സെൻഡ് ചെയ്യാനുള്ളത് വെച്ചാൽ അത് സെലക്ട് ചെയ്യണം. കണ്ട, ഇപ്പൊ ഈ ഫോട്ടോ ആണെന്ന് വിചാരിക്കും. അപ്പൊ അതിന് മുകളിൽ ഒന്നിങ്ങനെ അമർത്തി പിടിക്കാം. കണ്ട, അപ്പൊ ഓപ്ഷൻ വന്ന് കണ്ട ഈ നമ്പർ നമ്മൾ അയക്കണേ. സെൻഡ് കൊടുക്കുക. ഓ, അപ്പൊ ആദ്യം നമ്പറൊക്കെ ഈ ഫോണിലാക്കണം. നമ്പരെല്ലാം ആക്കില്ലേ? അളിയാ, നമ്പർ അല്ലെങ്കിൽ ആക്കൂലേ? ആ, എന്താണ് പരിപാടി? പുതിയ ഫോൺ എടുത്തോ? ആ, പുതിയൊരു ഫോൺ വാങ്ങിച്ചാലേ. കണ്ടാ എത്രയായി? ഇതിന് 10-18,000 രൂപയായി. ഇത്രയേ ഉള്ളൂ? അളിയ, കൂടിയ ഫോണുണ്ട്. ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ കൂടിയ ഫോണല്ലേ മേടിച്ചു കൊടുക്കാൻ. എനിക്ക് ഇവരോട് ഇച്ചിരി സ്നേഹം കുറവാ, അതുകൊണ്ട് ഇത് മതിയെന്ന് വിചാരിച്ചു. നല്ലതാ. ഈ കന്നിനെ കയം കാണിക്കരുതെന്നൊരു ചൊല്ലുണ്ട് കേട്ടോ, അതൊന്ന് ഓർമ്മിച്ചോണേ. അത് കാണിക്കുന്ന ആൾക്ക് അറിയാളിയാ. എന്നാ ഇരിക്കട്ടെ. ഏട്ടാ, എന്താ പറഞ്ഞ കന്നിനെ കയം കാണിക്കരുതെന്ന്? ആർക്കറിയാം? അവനെന്തോ പറഞ്ഞു, ഞാനെന്തോ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി ഞാനൊന്ന് അയച്ചു നോക്കട്ടെ. ആദ്യം എടുക്കും, ഗാലറി എടുക്കും. ഗാലറി എടുക്ക ആദ്യം. ഗാലറി. എന്നിട്ട് ഇങ്ങനെ. ഇനി നിനക്ക് അയക്കേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യും. ഈ ഫോട്ടോ നമ്പര്
ഗിരിജ ഗിരിജ. ആ ഗിരിജ. ആ ഇനി എന്ത് പോത്തെ ഇവിടെ അമർത്തി പിടിക്ക്. ആ അതന്നെ മതി, പൊട്ടും. ആ ഇനി സെൻറ്റോട് സെന്റ് പോയി. ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് 2-3 ഫോട്ടോ എടുക്കണം കേട്ടാ, എന്നിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. പിന്നെ ഫേസ്ബുക്കിൽ ഇടണം 2 ഫോട്ടോ എടുക്കാം. ഇനി എന്തിനാ എന്റെ ഫോട്ടോ എടുക്കുന്നത്? നമ്മുടെ 2 പേരുടെ എടുക്കാം. എടുക്കണമെങ്കിൽ ആദ്യം സെൽഫി എടുക്കണം. സെൽഫി കണ്ടോ? ആ ഇത് ഇതിന് കറക്റ്റ്. ഇനി എവിടെ എങ്ങോട്ടാ നോക്കണ്ടേ? ഇങ്ങോട്ട് നോക്ക്. ഇരിക്കടി. ഒന്നൂടെ ശബ്ദത്തിൽ പതിയില്ല. കൊള്ളാല്ലേ? പിന്നെന്താ? അമ്മയുടെ കൂടെ ഫോട്ടോ എടുക്കാം. അമ്മേ അമ്മ അമ്മ അമ്മേ. ആ ഇതാ കുഴപ്പം. ഇനി അടുക്കളയിൽ ഒരു പണിയും നടക്കത്തില്ല. കുത്തി ഇരുന്നോളൂ ഇങ്ങനെ. അതല്ല, അമ്മയുടെ കൂടെ ഫോട്ടോ എടുക്കണം. ബാ ഏട്ടനും വാ. തങ്കം ആ ഇങ്ങോട്ട് വന്നേ. എന്താ ഇങ്ങോട്ട് ഓടി. അടുപ്പത്തെ സാധനമുണ്ട്. അടുപ്പത്തെ കണ്ടിരുന്നിട്ട് നീ അറിഞ്ഞോ? എന്താ ഹവീൽദാർ കുടുംബം ഉണ്ടല്ലോ, ഇപ്പൊ മോനോളം ഉയർന്ന് എല്ലാരും അറിയിപ്പോ. ഈ കുടുംബത്തിലെ ഒരാള് വേൾഡ് ഫേമസ് ആയി കഴിഞ്ഞു. ഇയാളാരാ? അവക്ക് ജോലി കിട്ടിയോ? ജോലി കിട്ടിയില്ല, നമുക്കെല്ലാം ജോലിയായി. ഇത് കണ്ട ഇതാരാന്നാണ് ഇപ്പൊ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും നമ്മളെ പരിചയമുള്ളവർ ഇങ്ങനെ വിളിച്ചു ചോദിച്ചോണ്ടിരിക്കുക ഇതാരാന്ന്. അതിന്റെ ആങ്ങളെ കണ്ടുപിടിച്ചോട്ടെ. വാട്സാപ്പ് ഇല്ലേ, വാട്സാപ്പ്, അതിനകത്ത് ഇപ്പൊ എല്ലാവരുടെ കയ്യിലും കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് പറന്ന് നന്നായിരിക്കട്ടെ. ആ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. എന്റെ കർത്താവേ, ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ കിടന്ന് എന്തോരം കഷ്ടപ്പെട്ടിട്ട് ഇതുവരെ ഒരു മനുഷ്യന് പറഞ്ഞുവിടും. ഇവളൊക്കെ ഒറ്റ ദിവസം കൊണ്ടല്ലേ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് പോയത്. ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഈ ബുക്ക്.